നമസ്കാരം. പ്രധാന വാർത്തകൾ. പട്ടാമ്പി താലൂക്ക് ആശുപത്രിയിലെ ഡയാലിസിസ് കേന്ദ്രം ഉടൻ തുറന്നു പ്രവർത്തിക്കണമെന്നാവശ്യപ്പെട്ട് മുസ്ലിം ലീഗ് പ്രതിഷേധം. സർക്കാർ അനാസ്ഥക്കെതിരെ മുസ്ലിം ലീഗ് പട്ടാമ്പി നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആശുപത്രിയിലേക്ക് പ്രതിഷേധ മാർച്ച്. മാർച്ചിൽ പ്രവർത്തകരും പോലീസും തമ്മിൽ നേരിയ തോതിൽ ഉന്തും തള്ളുമുണ്ടായി. ഇലക്ഷൻ അടുക്കുമ്പോൾ ഡയാലിസിസ് കേന്ദ്രം തുറന്നുകൊടുക്കാനുള്ള CPM-ന്റെ ഗൂഢശ്രമത്തെ ചെറുത്തുതോൽപ്പിക്കുമെന്ന് മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് മരക്കാർ മാരായമംഗലം. ചേലക്കര താലൂക്ക് ആശുപത്രിയിൽ പട്ടാപ്പകൽ മോഷണം. ആശുപത്രി ജീവനക്കാരുടെയും ഡോക്ടറുടെയും മുറികളിൽ സൂക്ഷിച്ചിരുന്ന ബാഗുകളിൽ നിന്ന് പണം കവർന്നു. മോഷ്ടാവിനെ കണ്ട ജീവനക്കാർ പിന്തുടർന്നെങ്കിലും പിടികൂടാനായില്ല. ചേലക്കര പോലീസ് അന്വേഷണം ആരംഭിച്ചു. ചിറ്റൂരിൽ തേനീച്ചയുടെ കുത്തിൽ നിന്നും രക്ഷപ്പെടാനായി കനാലിലേക്ക് ചാടിയ മധ്യവയസ്കൻ മരിച്ചു. മരണപ്പെട്ടത് ചിറ്റൂർ കണക്കമ്പാറ സ്വദേശി സത്യരാജ്. പട്ടാമ്പി ഉപജില്ലാ സ്കൂൾ കലോത്സവ മത്സരഫല അട്ടിമറിയിൽ സമഗ്ര അന്വേഷണം വേണമെന്ന് കോൺഗ്രസ്. കഴിഞ്ഞ ദിവസം CPM നടത്തിയ ആരോപണം സ്വന്തം വീഴ്ചകൾ മറച്ചുപിടിക്കാനും സ്കൂളിനെ തകർക്കാനുമുള്ള നീക്കമാണെന്നും അട്ടിമറിയിൽ CPM-ന് പങ്കുണ്ടെന്നും കോൺഗ്രസ് നേതാക്കൾ. മത്സരഫല അട്ടിമറിയിൽ പ്രോഗ്രാം കമ്മിറ്റിക്കോ KPSTA സംഘടനയ്ക്കോ പങ്കില്ല. കുറ്റക്കാരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്നും നേതാക്കൾ. മങ്കര റെയിൽവേ സ്റ്റേഷൻ അവഗണനയുടെ സ്മാരകം. കാടുകെട്ടിയ പ്ലാറ്റ്ഫോം പരിസരം ഇഴജന്തുക്കളുടെ താവളമായി. യാത്രക്കാർ സ്റ്റേഷനിലെത്തുന്നത് ഭീതിയോടെ. പൊടിശല്യത്തെ തുടർന്ന് പത്തിരിപ്പാല കോങ്ങാട് റൂട്ടിൽ യാത്രക്കാർ ദുരിതത്തിൽ. ഉടൻ നടപടിയുണ്ടാകണമെന്ന ആവശ്യം ശക്തം. ഭാരതപ്പുഴയിൽ ഷൊർണൂർ കൊച്ചി പാലത്തിനു താഴെ അജ്ഞാത മൃതദേഹം. 35 വയസ്സ് പ്രായം തോന്നിക്കുന്ന യുവാവിന്റെ മൃതദേഹം കണ്ടെത്തിയത് രാവിലെ. അന്യസംസ്ഥാനക്കാരനെന്ന് സംശയിക്കുന്നതായി പോലീസ്. കഴിഞ്ഞ 2 ദിവസമായി യുവാവിനെ പാലം പരിസരത്ത് കാണാറുണ്ടെന്ന് നാട്ടുകാർ. ഭക്തിയുടെ നിറവിൽ മകരച്ചൊവ്വ മഹോത്സവം. ക്ഷേത്രങ്ങളിൽ വിശേഷ ചടങ്ങുകൾ. വിവിധ ദേവീക്ഷേത്രങ്ങളിൽ ആയിരക്കണക്കിന് സ്ത്രീഭക്തർ പൊങ്കാല സമർപ്പണം നടത്തി. അമ്പലപ്പാറ കടമ്പൂർ ശ്രീ പനയൂർക്കാവിൽ അന്നദാന മണ്ഡപം നടപ്പന്തൽ സമർപ്പണം. പെരുമുടിയൂർ മുത്തശ്ശിയർക്കാവിൽ നടന്ന മകരച്ചൊവ്വ മഹോത്സവവും മാതൃവന്ദനവും ഭക്തിനിർഭരം. വാർത്തകൾ വിശദമായി. പട്ടാമ്പി താലൂക്ക് ഗവൺമെന്റ് ആശുപത്രിയിലെ ഡയാലിസിസ് കേന്ദ്രം ഉടൻ പ്രവർത്തനം ആരംഭിക്കണമെന്ന് മുസ്ലിം ലീഗ്. സർക്കാർ അനാസ്ഥക്കെതിരെ മുസ്ലിം ലീഗ് പട്ടാമ്പി നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആശുപത്രിയിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. പ്രവർത്തകരും പോലീസും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി. മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് മരക്കാർ മാരായമംഗലം പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. പട്ടാമ്പി ചെറുപ്പളശ്ശേരി റോഡ് ജംഗ്ഷനിൽ നിന്നാണ് മുസ്ലിം ലീഗ് പട്ടാമ്പി നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ പ്രതിഷേധ മാർച്ച് ആരംഭിച്ചത്. ഹോസ്പിറ്റലിലേക്കുള്ള മാർച്ചാണ് ഈ വാഹനത്തിന്റെ തൊട്ടുപിറകിൽ ഇതുവഴി കടന്നു വരുന്നത്. ഡയാലിസിസ് യൂണിറ്റുകളുടെ പ്രവർത്തനം കൊണ്ട് ജീവശ്വാസം നിലനിർത്തി തെരുവിലേക്ക് ഇറങ്ങേണ്ടി വന്ന നൂറുകണക്കിന് ആളുകളുടെ നിരവധി പ്രവർത്തകർ അണിനിരന്ന മാർച്ച് ഒടുവിൽ പട്ടാമ്പി താലൂക്ക് ഗവൺമെന്റ് ആശുപത്രിക്ക് മുന്നിൽ വെച്ച് പോലീസ് തടഞ്ഞു. ഇതോടെ പ്രവർത്തകരും പോലീസും തമ്മിൽ നേരിയ തോതിൽ ഉന്തുതള്ളുമുണ്ടായി. പട്ടാമ്പി താലൂക്ക് ഗവൺമെന്റ് ആശുപത്രിയിലെ ഡയാലിസിസ് കേന്ദ്രം ഉടൻ തുറക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് മുസ്ലിം ലീഗ് ആശുപത്രിയിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചത്. മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് മരക്കാർ മാരായമംഗലം ഉദ്ഘാടനം ചെയ്തു. ഇലക്ഷൻ അടുത്തെത്തുമ്പോൾ ഡയാലിസിസ് കേന്ദ്രം തുറന്നുകൊടുക്കാനുള്ള CPM-ന്റെ നീക്കത്തെ അനുവദിക്കില്ലെന്നും പാവപ്പെട്ട രോഗികൾക്ക് ഉപയോഗപ്രദമാകുന്ന കേന്ദ്രം ഉടൻ തുറന്നു പ്രവർത്തിക്കണമെന്നും മരക്കാർ മാരായമംഗലം ആവശ്യപ്പെട്ടു. സർക്കാർ ആകെ നടത്തുന്ന ഡയാലിസിസ് സെൻ്ററുകളും ഞങ്ങളുടെ പാർട്ടി നടത്തുന്ന ഡയാലിസിസ് സെൻ്ററുകളും എടുത്ത് പരിശോധിച്ചാൽ ഞങ്ങൾ മുന്നിലാണ്. അത് രാഷ്ട്രീയമായി ഞങ്ങൾ പറയുന്നൊരു കാര്യമല്ല. പിന്നെ ഞങ്ങളിപ്പോൾ ഈ സമരം നടത്തുമ്പോൾ ഞങ്ങൾ ഈ സമരം കൊണ്ട് അലാവുദ്ദീൻ്റെ അത്ഭുത വിളക്ക് കണക്കെ നാളെ ഈ സർക്കാർ ഇതൊക്കെ പരിഹരിക്കുമെന്നൊന്നും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല. കാരണം മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഉത്തരവാദിത്തപ്പെട്ട നേതാക്കന്മാർ തന്നെ പറഞ്ഞു ഇത് പൂതലിരിച്ച പ്രസ്ഥാനമാണ്, ഭരണം നിയന്ത്രിക്കുന്ന പ്രസ്ഥാനം പൂതലിരിച്ച പ്രസ്ഥാനമാണ് എന്ന് പറഞ്ഞത് പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ മെമ്പറാണ്. പൂതലരിച്ചാൽ പിന്നെ ആ മരം എന്തിനാ പറ്റുക എന്നുള്ളത് എല്ലാവർക്കും അറിയാം. അത് കത്തിക്കാൻ പോലും ഉപകരിക്കാത്ത ഒരു സാധനമായി മാറുന്ന അവസ്ഥ. പിന്നെ മാർക്സിസ്റ്റ് പാർട്ടിക്ക് പ്രശ്നങ്ങൾ പരിഹരിച്ച പാരമ്പര്യം അവരിലില്ല. മുസ്ലിം ലീഗ് പട്ടാമ്പി നിയോജക മണ്ഡലം പ്രസിഡന്റ് മുസ്തഫ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. നേതാക്കളായ അഡ്വക്കേറ്റ് മുഹമ്മദ് അലി മാറ്റാന്തടം, MS അഹമ്മദ്, മുഹമ്മദ് അലി മാസ്റ്റർ, KP വാപ്പുട്ടി, KT ജബ്ബാർ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ പട്ടാമ്പി. ചേലക്കര താലൂക്ക് ആശുപത്രിയിൽ പട്ടപ്പകൽ മോഷണം. ആശുപത്രി ജീവനക്കാരുടെയും ഡോക്ടറുടെയും മുറികളിൽ സൂക്ഷിച്ചിരുന്ന ബാഗുകളിൽ നിന്നാണ് പണം കവർന്നത്. ഞായർ തിങ്കൾ ദിവസങ്ങളിലാണ് താലൂക്ക് ആശുപത്രിയിൽ മോഷണം നടന്നത്. ഞായറാഴ്ച ആംബുലൻസ് ഡ്രൈവറുടെ ബാഗിൽ നിന്നും
തിങ്കളാഴ്ച ഡോക്ടറുടെ മുറിയിലുണ്ടായിരുന്ന ബാഗിൽ നിന്നുമാണ് പണം നഷ്ടപ്പെട്ടത്. സെക്യൂരിറ്റി ജീവനക്കാരനും ആംബുലൻസ് ഡ്രൈവറും മോഷ്ടാവിനെ കണ്ട പിന്തുടർന്നെങ്കിലും പിടികൂടാനായില്ല. സംഭവത്തിൽ ചേലക്കര പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ചിറ്റൂരിൽ തേനീച്ചക്കുത്തിൽ നിന്നും രക്ഷ നേടുന്നതിനായി കനാലിലേക്ക് ചാടിയ ആൾ മരിച്ചു. ചിറ്റൂർ കണക്കമ്പാറ കളപ്പറമ്പിൽ വീട്ടിൽ 65 വയസ്സുള്ള സത്യരാജാണ് മരിച്ചത്. ഇയാളോടൊപ്പം ഉണ്ടായിരുന്ന ഭാര്യ വിശാലാക്ഷിയെ തേനീച്ചയുടെ കുത്തേറ്റ പരിക്കുകളോടെ ചിറ്റൂർ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കാസർഗോഡ് സ്വദേശിയായ സത്യൻ വർഷങ്ങൾക്ക് മുമ്പാണ് കണക്കമ്പാറയിൽ കൃഷി വാങ്ങി സ്ഥിര താമസമാക്കിയത്. ചൊവ്വാഴ്ച കാലത്ത് 8 മണിയോടെ ഭാര്യയോടൊപ്പം കൃഷിയിടത്തിലേക്ക് വെള്ളം നനയ്ക്കാനായി പോയപ്പോഴാണ് തേനീച്ചയുടെ കുത്തേറ്റത്. തേനീച്ചയുടെ ആക്രമണത്തിൽ നിന്നും രക്ഷപ്പെടാനായി കുന്നംകാട്ടുപതി കനാലിൽ ചാടുകയായിരുന്നുവെന്ന് നാട്ടുകാർ പറഞ്ഞു. തുടർന്ന് ഒഴുക്കിൽപ്പെടുകയായിരുന്നു. തുടർന്ന് നാട്ടുകാരുടെ തിരച്ചിലിൽ 1 കിലോമീറ്റർ അകലിൽ നിന്നാണ് മൃതദേഹം കണ്ടെത്തിയത്. ഞാൻ തനിച്ചായിരുന്നു ഫസ്റ്റ് പോയിട്ടുണ്ടായിരുന്നു. ഞാൻ ഒരുപാട് പന്ന കളച്ച് കഴിഞ്ഞിട്ട് അമ്മച്ചി വന്നിട്ടുണ്ടായിരുന്നു. അമ്മച്ചി ഞാൻ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ അമ്മച്ചി പൊരുക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ അച്ഛൻ ലാസ്റ്റ് വന്ന് വരമ്പിൽ വന്ന് നിന്നതേ ഉള്ളൂ. നിന്നത് മുതൽ തേനീച്ച് വന്ന് അച്ഛനെ കൂട്ടിയിട്ടുണ്ടായിരുന്നു. അച്ഛനെ കാണുന്നില്ല, മുഖം തല മുഴുവൻ അങ്ങനെ തേനീച്ച് വന്ന് പൊടിയായിരുന്നു. പിന്നെ അച്ഛൻ വരമ്പട്ട ഓടിയിട്ട് ചായയിലേക്ക് കയറിയായിരുന്നു. അപ്പോൾ മോളെ എന്നെ രക്ഷിക്കൂ എന്ന് കത്തിയിട്ടുണ്ടായിരുന്നു. ഞാൻ ആൾ വിളിക്കാൻ വേണ്ടി ഓടിയതായിരുന്നു. ഓടി വരുമ്പോഴേക്കും അച്ഛനെ കാണാനില്ല. അമ്മച്ചി വന്ന് ചാടി വരങ്കിൽ എനിക്ക് വെള്ളം വേണം പറഞ്ഞ് വലിയ കത്തിയാണ്. പിന്നെ ആൾക്കാരെല്ലാം കൂടി ഫോട്ടോ വെച്ച് നിർത്തി. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. പീച്ചി ഡാം അപകടം. ചികിത്സയിൽ കഴിയുന്ന നിമയുടെ ആരോഗ്യനില മെച്ചപ്പെടുന്നതായി മെഡിക്കൽ ബുള്ളറ്റിൻ. ജൂബിലി മിഷൻ ആശുപത്രിയിൽ വെന്റിലേറ്ററിൽ കഴിയുന്ന കുട്ടിക്ക് ബോധം തിരിച്ചുകിട്ടി. നിമയെ ഉടൻ ICUവിലേക്ക് മാറ്റിയേക്കും. അതേസമയം ചികിത്സയിൽ കഴിയുന്ന അയറിൻ്റെ ആരോഗ്യനിലയിൽ ആശങ്ക തുടരുകയാണ്. കുട്ടിയുടെ ആന്തരിക അവയവങ്ങളുടെ പ്രവർത്തനം നിലച്ചു. നില അതീവ ഗുരുതരമാണെന്ന് മെഡിക്കൽ ബുള്ളറ്റിനിൽ പറയുന്നു. ഒറ്റപ്പാലത്തെ സഹകരണ സ്ഥാപനത്തിൽ മുക്കുപണ്ടം പണയം വയ്ക്കാൻ ശ്രമിച്ച സംഭവത്തിൽ 2 പേർ അറസ്റ്റിൽ. വേങ്ങശ്ശേരി സ്വദേശികളായ പാറയ്ക്കൽ പ്രദീപ് കുമാർ, ചോറോട്ടിൽ കൃഷ്ണപ്രസാദ് എന്നിവരാണ് പിടിയിലായത്. കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്കാണ് പ്രദീപ് കുമാർ 3 പവൻ മാലയുമായി ഒറ്റപ്പാലം സർവീസ് സഹകരണ ബാങ്കിന്റെ മെയിൻ ബ്രാഞ്ചിൽ എത്തിയത്. വ്യാജ 916 മുദ്രയോടുകൂടിയ മാലയുടെ കൊളുത്ത് സ്വർണമാണെന്നും കണ്ടെത്തി. സംശയം തോന്നിയ ജീവനക്കാർ ശാസ്ത്രീയമായി പരിശോധിച്ചപ്പോൾ മുക്കുപണ്ടമാണെന്ന് ഉറപ്പാക്കുകയായിരുന്നു. തുടർന്ന് പോലീസ് എത്തി പ്രദീപ് കുമാറിനെ കസ്റ്റഡിയിലെടുത്തു. ചോദ്യം ചെയ്തപ്പോഴാണ് മാല കൊടുത്തുവിട്ടത് സുഹൃത്ത് കൃഷ്ണപ്രസാദാണെന്ന് വ്യക്തമായത്. ഇതോടെ സംഭവത്തിൽ ചോറോട്ടിൽ കൃഷ്ണപ്രസാദിനെയും പോലീസ് അറസ്റ്റ് ചെയ്തു. ഇൻസ്പെക്ടർ M. അജീഷിന്റെ നേതൃത്വത്തിലാണ് അന്വേഷണം. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. പട്ടാമ്പി ഉപജില്ലാ സ്കൂൾ കലോത്സവ മത്സരഫല അട്ടിമറിയിൽ സമഗ്ര അന്വേഷണം വേണമെന്ന് കോൺഗ്രസ്. CPM നടത്തിയ ആരോപണം സ്വന്തം വീഴ്ചകൾ മറച്ചുപിടിക്കാനും സ്കൂളിനെ തകർക്കാനുള്ള നീക്കമാണെന്നും അട്ടിമറിയിൽ CPMന് പങ്കുണ്ടെന്നും കോൺഗ്രസ് നേതാക്കൾ പട്ടാമ്പിയിൽ വാർത്താസമ്മേളനത്തിൽ കുറ്റപ്പെടുത്തി. സംഭവത്തിൽ പ്രോഗ്രാം കമ്മിറ്റിക്കോ KPSTA-ക്കോ പങ്കില്ലെന്നും കുറ്റക്കാരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്നും നേതാക്കൾ ആവശ്യപ്പെട്ടു. കലോത്സവ നടത്തിപ്പിൽ ആദ്യമായി പ്രീ പ്രൈമറി കലോത്സവം വിജയകരമായി പൂർത്തീകരിക്കാൻ സാധിച്ചു. കലോത്സവത്തിൻ്റെ ഓരോ ദിനവും കഴിയുമ്പോഴും QIPയുടെ വിലയിരുത്തൽ പ്രോഗ്രാം കമ്മിറ്റിയുടെ പ്രവർത്തനം മികച്ചത്. കലോത്സവ ചരിത്രത്തിൽ തന്നെ കുറവ് അപ്പീലുകൾ. കലോത്സവത്തെക്കുറിച്ച് യുക്തിരഹിതമായ ആരോപണങ്ങൾ പ്രത്യേകിച്ചും ജഡ്ജ്മെൻറ്റിൽ വന്നപ്പോൾ ജഡ്ജ്മെൻറ്റ് രേഖകൾ അധികാരികൾ പരിശോധിക്കുകയും 100% രേഖകൾ കൃത്യമാണെന്ന് കണ്ടെത്തൽ. വെബ്സൈറ്റിൽ ഫലം പ്രസിദ്ധീകരിച്ചപ്പോൾ ചില ഫലങ്ങളിൽ ഒരിക്കലും അംഗീകരിക്കാനാവാത്ത അല്ലെങ്കിൽ കരുതിക്കൂട്ടിയുള്ള തിരുത്തുകൾ കണ്ടെത്തി. വെബ്സൈറ്റിൽ ഫലത്തിൽ വന്ന ഈ മാറ്റം കണ്ടെത്താനായത് ജഡ്ജ്മെൻറ്റ് റിപ്പോർട്ടുകൾ കൃത്യമായതുകൊണ്ടും വ്യക്തമായതും കൊണ്ടുമാണ്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ KPSTയും പ്രോഗ്രാം കമ്മിറ്റിയും അധികാരികളോട് ആവശ്യപ്പെട്ടു. സംഘടന കുറ്റക്കാരെ കണ്ടെത്തുന്നതിൽ എല്ലാവിധ പൂർണ്ണ പിന്തുണയും നൽകി. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ KPSTയും പ്രോഗ്രാം കമ്മിറ്റിയും അധികാരികളോട് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. കുറ്റക്കാരെ കണ്ടെത്തുന്നതിൽ എല്ലാവിധ പിന്തുണയും സംഘടന നൽകി. ഇതുപ്രകാരം ബന്ധപ്പെട്ട അധികാരികൾ കലോത്സവ IT റൂം കൈകാര്യം ചെയ്തവരെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഹിയറിംഗ് നടത്തുകയും ഈ കൃത്യം ചെയ്തവരിൽ സംഘടനയുടെ ഒരു പ്രതിനിധിയും പങ്കാളികൾ അല്ലെന്ന് നിസ്സംശയം പറയുന്നു. ഇപ്പോൾ നടക്കുന്നത് KPSTA സംഘടനയെ താറടിച്ചു കാട്ടാനുള്ള നിഗൂഢ ശ്രമങ്ങൾ ആണെന്നും സംഘടന അത് ചെറുക്കുക തന്നെ ചെയ്യുമെന്നും നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. വെബ്സൈറ്റിൽ ഇത്തരം തിരുത്തുകൾ നടന്നത് ഒരിക്കലും പ്രോഗ്രാം കമ്മിറ്റി IT റൂം വച്ചല്ല നടന്നത്. ഓൺലൈൻ സംവിധാനം ഉപയോഗിച്ച് പുറത്തുനിന്നാണ് തിരുത്തൽ നടത്തിയിരിക്കുന്നത്. ഇതിൽ കൂടുതൽ പേർക്ക് പങ്കുണ്ടോ എന്ന് അന്വേഷിക്കണമെന്നും നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. CPM നടത്തിയ ആരോപണം സ്വന്തം വീഴ്ചകൾ മറച്ചുപിടിക്കാനോ സ്കൂളിനെ തകർക്കാനുള്ള നീക്കം അട്ടിമറിയിൽ CPMന് പങ്കുണ്ടോ എന്ന് കോൺഗ്രസ് സംശയിക്കുന്നതായും നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ ചൂണ്ടിക്കാട്ടി. അതിൻ്റെ ചെയർമാൻ എന്നുള്ള രീതിയിൽ എനിക്കോ അതിൽ യാതൊരു പങ്കുമില്ല. ഹൈസ്കൂൾ സെക്ഷനിലെ ഓരോ ട്രോഫി നേടിയിട്ടുള്ളത് എടപ്പല ഹൈസ്കൂളാണ്.
അത് KPSTA എന്ന് പറയുന്ന കോൺഗ്രസ് അനുകൂല സംഘടന അതിനോട് ബന്ധപ്പെട്ട് യാതൊരു ഇടപെടലുകളും നമ്മൾ നടത്തിയിട്ടില്ല. പിന്നെ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽപ്പെട്ട ചില അധ്യാപകർ ആണ് ഇതിൻ്റെ ആരോപണത്തിന് നേരിൽ നമ്മൾ കണ്ടിട്ടുള്ളത്. ഈ അന്വേഷണത്തിൽ കണ്ടിട്ടുള്ള ആ ആരോപണത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള ആ നിഗമനങ്ങളിൽ അത് കോൺഗ്രസ് അനുഭാവമുള്ള ഹയർ സെക്കൻഡറി അധ്യാപകരുടെ സംഘടനയിൽപ്പെട്ട ആളുകൾ ആരും തന്നെ ആയിരിക്കില്ല. അപ്പോൾ ഇപ്പോൾ CPM നടത്തി വരുന്ന ഈ സമരം എന്നുള്ളത്, സമരാഭാസം എന്നുള്ളത്, അവർ വിളയൂരിലെ പല വിഷയങ്ങളും, പഞ്ചായത്തിനെതിരായി വരുന്ന പല വിഷയങ്ങളിലും വിളയൂരിലെ ജനങ്ങളെ ശ്രദ്ധ തിരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സമര ആഭാസമായിട്ട് മാത്രമാണ് ഞങ്ങൾ അതിനെ കാണുന്നത്. അപ്പോൾ ആ സമരങ്ങൾ അത് എത്രത്തോളം ഉണ്ടാകും എന്നുള്ളതൊക്കെ നമുക്ക് ഭാവിയിൽ നമുക്ക് കാണാം. പക്ഷെ എന്നിരുന്നാലും നമ്മുടെ ഈ ഇത്തരത്തിലുള്ള പ്രവണത, ഈ കലോത്സവവുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ള ഈ ക്രമക്കേട്, അത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല. കുറ്റക്കാരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്നും പ്രോഗ്രാം കമ്മിറ്റിക്കോ KPSTAക്കോ പങ്കില്ലെന്നും നേതാക്കൾ പറഞ്ഞു. വാർത്താസമ്മേളനത്തിൽ പ്രോഗ്രാം കമ്മിറ്റി ചെയർമാനും കോൺഗ്രസ് നേതാവുമായ നീലടി സുധാകരൻ, VM മുസ്തഫ, KPSTA ഭാരവാഹികളായ PM രാജേഷ്, ബാബു മാസ്റ്റർ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. മങ്കര റെയിൽവേ സ്റ്റേഷൻ പ്ലാറ്റ്ഫോം കാടുമൂടി നശിക്കുന്നു. 2ാം നമ്പർ പ്ലാറ്റ്ഫോം കാടുമൂടിയതോടെ യാത്രാ ദുരിതം അനുഭവിക്കുകയാണ് യാത്രക്കാർ. മാസങ്ങൾക്ക് മുൻപ് മോടി പിടിപ്പിച്ച മങ്കര റെയിൽവേ സ്റ്റേഷനിലെ 2ാം നമ്പർ പ്ലാറ്റ്ഫോം കാടുമൂടിയ നിലയിലാണ്. 2 മാസങ്ങൾക്ക് മുൻപാണ് മങ്കര റെയിൽവേ സ്റ്റേഷനെ തരം താഴ്ത്തപ്പെട്ടത്. എന്നാൽ നിരവധി യാത്രക്കാർ യാത്ര ചെയ്യാനെത്തുന്ന 2ാം നമ്പർ പ്ലാറ്റ്ഫോമിൽ മുട്ടോളം ഉയരത്തിലാണ് കാട് പിടിച്ചു കിടക്കുന്നത്. ഇഴജന്തുക്കൾ വന്നാൽ പോലും കാണാൻ പറ്റാത്ത അവസ്ഥയിലാണ്. രാവിലെ വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള യാത്രക്കാർ 2ാം നമ്പർ പ്ലാറ്റ്ഫോമിനെയാണ് ആശ്രയിക്കുന്നത്. 5 പാസഞ്ചർ ട്രെയിനുകൾക്ക് മാത്രമാണ് ഇവിടെ സ്റ്റോപ്പുള്ളത്. കാടുവെട്ടി പ്ലാറ്റ്ഫോം ശുചീകരിക്കണമെന്നാണ് യാത്രക്കാരുടെ ആവശ്യം. സ്റ്റേഷനിൽ ഏകദേശം 6 മാസം മുമ്പാണ് അതിൻ്റെ പ്ലാറ്റ്ഫോമും മറ്റു സംവിധാനങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ട് നന്നായി ചെയ്തു കേന്ദ്ര സർക്കാർ. പക്ഷേ ഇന്നത്തെ അവസ്ഥ അവിടെ വെച്ചാൽ ഏകദേശം ഇരിക്കുന്ന സ്ഥലത്ത്, നടന്നു പോകുന്ന സ്ഥലത്തൊക്കെ ഏകദേശം നമ്മൾ മുട്ടിൻ്റെ ഭാഗത്തോളം ചെടികളും ഇതൊക്കെ കിടക്കുന്നുണ്ട്. ഏകദേശം 5 ട്രെയിനോളം നമ്മുടെ മങ്കര റെയിൽവേ സ്റ്റേഷൻ നിൽക്കുന്നുണ്ട്. പ്രത്യേകിച്ച് രാവിലെയുള്ള 6:10 പിന്നെ പാലക്കാട് നിലമ്പൂർ ട്രെയിന് ഏകദേശം നല്ലൊരു ആൾക്കാർ അവിടെ വന്നുകൊണ്ടിരിക്കും, യാത്രക്കാർ. പക്ഷേ ഇഴജന്തുക്കളിലെയും അതുപോലെ ലൈറ്റിൻ്റെ സംവിധാനവുമായി കൊണ്ട് ഒരുപാട് ആളുകൾ പ്രയാസപ്പെടുന്നുണ്ട്. അതുകൊണ്ട് ഇത് എത്രയും പെട്ടെന്ന് ഇതിന് നടപടിയെടുത്ത് അത് അവിടെ വൃത്തിയാക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. മണ്ണ് ശ്വസിച്ചും തിന്നും വലയുകയാണ് പത്തിരിപ്പാല കോങ്ങാട് റൂട്ടിലെ യാത്രക്കാർ. പാതയുടെ ഇരുവശത്തുമുള്ള കടകളും വീടുകളും പൊടി കൊണ്ട് നിറയുകയാണ്. പത്തിരിപ്പാല കോങ്ങാട് റോഡിൽ പൈപ്പിടുന്നതിനായി എടുത്ത കുഴികൾ ശരിയാം വണ്ണം നികത്താത്തതാണ് പൊടിശല്യം രൂക്ഷമാക്കിയത്. കോങ്ങാട് പത്തിരിപ്പാല റോഡിൽ ഇരുവശവും ചാലെടുത്ത് പൈപ്പിട്ട് വരികയാണ്. ശരിയായ രീതിയിൽ കുഴി മണ്ണിട്ട് നികത്താത്തതാണ് പ്രശ്നത്തിന് കാരണം. കാറ്റുകാലമായതോടെ പൊടിശല്യത്താൽ വീടുകളും കടകളും മലിനമയമായി. മണ്ണൂർ AUP സ്കൂളിലെ അധ്യാപകരും വിദ്യാർത്ഥികളും പൊടി ശ്വസിക്കേണ്ട അവസ്ഥയാണ് നിലവിൽ. വാഹനയാത്രക്കാരും ഇതുമൂലം പ്രയാസത്തിലാണ്. മെഡിക്കൽ സ്റ്റോറുകളടക്കം പൊടി കയറി മലിനമായിരിക്കുന്നു. എന്ത് ചെയ്യണമെന്നറിയാതെ പലരും പ്രയാസത്തിലാണ്. മറ്റ് വ്യാപാര സ്ഥാപനങ്ങളിലും പൊടിശല്യം രൂക്ഷമാണ്. മണ്ണൂർ അമ്പലപ്പാറ റോഡിലും ഇതേ അവസ്ഥയാണ്. അലർജി പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതായും പരാതിയുണ്ട്. കീറിയ ചാൽ മണ്ണിട്ട് മൂടിയതെന്നല്ലാതെ ശരിയാം വിധം നികത്തിയിട്ടില്ല. ഇപ്പോഴും ഉയർന്നും താഴ്ന്നും ആയതിനാൽ വാഹന അപകടത്തിനും സാധ്യതയുണ്ട്. കുഴികൾ നികത്തിയ ശേഷം വെള്ളമൊഴിച്ച് റോളർ ഉപയോഗിച്ചിരുന്നെങ്കിൽ ഇത്രയേറെ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യത ഉണ്ടായിരുന്നില്ലെന്ന് വാർഡംഗം VM അൻവർ സാദിഖ് പറഞ്ഞു. മണ്ണൂർ പഞ്ചായത്തിലെ കോങ്ങാട് പത്തിരിപ്പാല റോഡിൽ കുടിവെള്ളത്തിന് വേണ്ടി പൈപ്പെടുക്കുന്നത് വളരെ സ്വാഗതാർഹമാണ്. എന്നാൽ അതെടുത്ത രീതി വളരെ പ്രതിഷേധമുള്ള ഒരു സംഗതി കൂടിയാണ് എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഇവിടെ ഈ റോഡിൻ്റെ 2 സൈഡും പൈപ്പെടുക്കുന്നതിന് വേണ്ടി മണ്ണെടുത്തിട്ടുണ്ടെങ്കിലും ആ മണ്ണ് വെള്ളമടിച്ച് സാധാരണ റോളർ ഓട്ടി പൊടി പടരാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കലാണ്. എന്നാൽ അതെല്ലാം മാറ്റി വെറുതെ മണ്ണെടുത്ത് ഒരു പോയ അവസ്ഥയിൽ ഒരുപാട് ആളുകൾക്ക് ഒന്നാമത് ഈ കാറ്റുകാലം ആയിട്ട് പോലും ബുദ്ധിമുട്ടുന്നൊരവസ്ഥയാണ്. ഈ തൊട്ടടുത്ത് സ്കൂളടക്കം ഒരുപാട് വ്യാപാര സ്ഥാപനങ്ങൾ, വീടുകൾ എന്നിലുള്ള കുട്ടികൾക്കും വൃദ്ധരായ ആളുകൾക്കും അത് വളരെയധികം ബുദ്ധിമുട്ടുണ്ട്. പദ്ധതി സ്വാഗതാർഹമാണെങ്കിലും പല യാത്രക്കാരും പൊടി ശ്വസിച്ച് ബുദ്ധിമുട്ടിലാണെന്നും കൈയോടെ കുഴികളിൽ മെറ്റലിട്ട് പ്രശ്നം പരിഹരിക്കണമായിരുന്നെന്നും അൻവർ സാദിഖ് പറഞ്ഞു.
യുദ്ധകാലാടിസ്ഥാനത്തിൽ പ്രശ്നത്തിന് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് ജില്ലാ കളക്ടർക്ക് പരാതി നൽകിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. ഭാരതപ്പുഴയിൽ ഷൊർണൂർ കൊച്ചി പാലത്തിന് താഴെ യുവാവിന്റെ മൃതദേഹം കണ്ടെത്തി. പാലത്തിന്റെ കോൺക്രീറ്റ് പില്ലറിന് താഴ്ഭാഗത്താണ് ഏകദേശം 35 വയസ്സ് പ്രായം തോന്നിക്കുന്ന യുവാവിന്റെ മൃതദേഹം കണ്ടെത്തിയത്. ഇന്ന് രാവിലെ 10 മണിയോടെയാണ് പ്രദേശവാസികൾ പുഴപ്പാലത്തിന് താഴെ മൃതദേഹം കണ്ടെത്തിയത്. തുടർന്ന് പോലീസിൽ വിവരമറിയിക്കുകയായിരുന്നു. അന്യസംസ്ഥാനക്കാരനായ യുവാവാണെന്ന് സംശയിക്കുന്നു. കഴിഞ്ഞ 2 ദിവസമായി ഇയാളെ ഈ പരിസരത്ത് കണ്ടുവരുന്നതായി പ്രദേശവാസികൾ പറയുന്നു. പേരോ മറ്റു വിവരങ്ങളോ ലഭ്യമായിട്ടില്ലെന്ന് ഷൊർണൂർ പോലീസ് പറഞ്ഞു. CI V രവികുമാറിന്റെ നേതൃത്വത്തിൽ പോലീസ് സംഘം സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. നഗരസഭാ കൗൺസിലർ EP നന്ദകുമാറും സ്ഥലത്തെത്തിയിരുന്നു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ഗുരുവായൂരിൽ വാഹനപൂജ നടത്തി മടങ്ങിയ സംഘം സഞ്ചരിച്ച കാർ മിനി ലോറിയുമായി കൂട്ടിയിടിച്ചു. അപകടത്തിൽ കാറിലുണ്ടായിരുന്ന ഒരു സ്ത്രീക്ക് പരിക്കേറ്റു. അരിമ്പൂരിൽ രാവിലെ 10:45 അപകടം. പാലക്കാട് സ്വദേശികളാണ് കാറിലുണ്ടായിരുന്നത്. കുട്ടികളടക്കം മറ്റ് 4 പേർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. പരിക്കേറ്റ യുവതിയെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കാറിന്റെ മുൻവശം പാടെ തകർന്നിട്ടുണ്ട്. അന്തിക്കാട് പോലീസ് സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. ഓങ്ങല്ലൂർ പഞ്ചായത്തിലെ പോക്കുപടി 5-ാം വാർഡിലെ ടാറിംഗ് പൂർത്തിയാക്കിയ റോഡ് നാടിന് സമർപ്പിച്ചു. ലക്ഷംവീട് കോളനിക്കാർക്ക് ഏറെ ഉപകാരപ്രദമാകുന്ന റോഡ് വാർഡ് മെമ്പർ മുഹമ്മദ് അലി ഉദ്ഘാടനം ചെയ്തു. ഓങ്ങല്ലൂർ പഞ്ചായത്തിലെ പോക്കുപടി 5-ാം വാർഡിൽ ഉൾപ്പെട്ട ലക്ഷംവീട് കോളനി റോഡാണ് നിവാസികൾക്കായി സമർപ്പിച്ചത്. ടാറിംഗ് പൂർത്തിയാക്കിയ റോഡിന്റെ ഉദ്ഘാടനം വാർഡ് മെമ്പർ AK മുഹമ്മദ് അലി നാടിന് സമർപ്പിച്ചു. കാലമായി പലരുടെയും അവജ്ഞത കാരണം ഈ റോഡ് ഇങ്ങനെ കടന്നു. ജലജീവൻ പദ്ധതിയുടെ ഭാഗമായിട്ട് പൂർണ്ണമായും പൊട്ടി നശിക്കുകയും അതിന്റെ ഭാഗമായിട്ട് പൂർണ്ണമായി പോക്കുപടി ബിരിയാണിക്കട മെയിൻ റോഡ് വരെ ചെയ്യാനുള്ള ഫണ്ട് വെച്ചതായിരുന്നു. അപ്പോൾ ജലജീവൻ പദ്ധതിയുടെ ഭാഗമായി ഒട്ടനവധി കുണ്ടും കുഴികളും പൈപ്പ് ലൈൻ പോകുന്നതിന്റെ ഭാഗമായി അങ്ങോട്ട് എത്താൻ കഴിഞ്ഞില്ല. ഒരു 100 മീറ്ററും കൂടി കുറവ് വന്നു. നമ്മൾ MLA-നോടും അതുപോലെ ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളോടും ഒക്കെ നിരവധി പ്രാവശ്യം കൈനീട്ടുകയും യാചിക്കുകയും തന്നെ ചെയ്യുകയുണ്ടായി. ഒരു മെമ്പർക്ക് അങ്ങനെ യാചിക്കാൻ പറ്റുകയില്ല, അപേക്ഷിക്കാനും പറ്റില്ല. എന്നാലും ഈ പ്രദേശവാസികളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഒട്ടനവധി പ്രാവശ്യം MLA-യോടും അതുപോലെ ജില്ലാ പഞ്ചായത്ത് മെമ്പറോടും ഒക്കെ ചോദിച്ചു. ബ്ലോക്കിനാണെങ്കിൽ ഇത് ചെയ്യാൻ പറ്റില്ല, വീതിയുള്ള റോഡ് വേണം. എങ്കിലും നമ്മൾ പഞ്ചായത്തിൻ്റെ വക ഫണ്ട് വിലയിരുത്തി ഒരു കോൺട്രാക്ടറെ ഈ ടാറിങ് ചെറിയ ടാറിങ് കാരണം ആരും എടുക്കാൻ തയ്യാറായില്ല. ഒരു കോൺട്രാക്ടറെ നിർബന്ധിച്ചുകൊണ്ട് വർക്ക് എടുപ്പിക്കുകയും ഏകദേശം ഈ റോഡിൻ്റെ 90% പൂർത്തിയാവുകയും ചെയ്തു. ഇലക്ഷൻ സമയത്ത് റോഡ് ടാറിംഗ് പണി നടത്തുമെന്ന് MLA നേരത്തെ നിവാസികൾക്ക് വാഗ്ദാനം നൽകിയെങ്കിലും അത് നടപ്പാക്കാൻ കഴിഞ്ഞില്ലെന്ന് പ്രസംഗത്തിൽ മെമ്പർ മുഹമ്മദ് അലി കുറ്റപ്പെടുത്തി. ചടങ്ങിന് റഫീഖ് സ്വാഗതം പറഞ്ഞു. നിരവധി കോളനി നിവാസികളും സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. വസ്ത്രവ്യാപാര മേഖല സംരക്ഷിക്കാൻ സർക്കാർ നടപടി സ്വീകരിക്കണമെന്ന് കേരള ടെക്സ്റ്റൈൽ ആൻഡ് ഗാർമെന്റ്സ് ഡീലേഴ്സ് വെൽഫെയർ അസോസിയേഷൻ. ഉയർന്ന നികുതി ചെറുകിട വ്യാപാരികളെ പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ടെന്നും അസോസിയേഷൻ ഭാരവാഹികൾ പാലക്കാട് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. കേരളത്തിലെ വലിയ തൊഴിൽ ദാതാവെന്ന നിലയിലുള്ള പരിഗണന വസ്ത്രവ്യാപാര മേഖലയ്ക്ക് നൽകണമെന്ന് അസോസിയേഷൻ ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. ഓൺലൈൻ വ്യാപാരവും കുത്തകകളുടെ കടന്നുകയറ്റവും കേരളത്തിലെ വസ്ത്രവ്യാപാര മേഖലയെ ദുർബലപ്പെടുത്തുകയാണ്. നികുതി ഘടനയ്ക്കെതിരെയുള്ള പ്രതിഷേധത്തെ തുടർന്ന് താൽക്കാലിക ഇളവ് ലഭിച്ചെങ്കിലും ശാശ്വത പരിഹാരമാണ് ആവശ്യം. കൂടുതൽ പേർക്ക് തൊഴിൽ കൊടുക്കുന്ന മേഖല എന്ന നിലയിൽ സർക്കാർ ഇടപെടൽ അനിവാര്യമാണ്. ജനുവരി 16 നടക്കുന്ന ജില്ലാ സമ്മേളനത്തിൽ പ്രതിസന്ധികളും പരിഹാരമാർഗങ്ങളും ചർച്ച ചെയ്യുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. അസോസിയേഷൻ മാത്രമല്ല, പൊതുവായിട്ടുള്ള ഇതാണ്. അപ്പോൾ ചെറുകിട മേഖല ഇല്ലെങ്കിൽ തന്നെ ചെറുകിട മേഖല വല്ലാത്ത പ്രയാസത്തിലാണ് ചെറുകിട മേഖല പോയിക്കൊണ്ടിരിക്കുന്നത്. നിരന്തരം കഴിഞ്ഞ കൊല്ലം ഞങ്ങൾ ടെക്സ്റ്റൈൽസിന്റെ മെമ്പർമാരെ പരിപാടികൾക്ക് കാണാൻ പോകുന്ന പല കച്ചവട സ്ഥാപനങ്ങളും ഇന്ന് നിലവിലില്ല, കൂട്ടിപ്പോകുന്ന അവസ്ഥയിലേക്കാണ് പോകുന്നത്. അപ്പൊ അതിൻ്റെ ഇടയിലാണ് ഇപ്പോൾ GST 18% കച്ചവടം വാടക കെട്ടിടങ്ങൾക്കുള്ള 18% എന്നുള്ള ഒരു ഇതും കൂടി വന്നിട്ടുണ്ട്. അതിന് ചെറിയൊരു സമാധാനം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 40,000-ഓളം വ്യാപാരികൾക്ക് കേരളത്തിൽ അതിനൊരു ആശ്വാസം കിട്ടിയിട്ടുണ്ട്. എന്നാലും ബാക്കിയുള്ള കച്ചവടക്കാർക്ക് കിട്ടിയിട്ടില്ല. കച്ചവടം ഇല്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ വലിയ പ്രയാസം. അതിനൊപ്പം തന്നെ ഈ കോർപ്പറേറ്റ്, അതിനൊപ്പം തന്നെ ഗവൺമെന്റുകളുടെ ഇങ്ങനെയുള്ള പ്രയാസങ്ങൾ ഉണ്ടാകും. അസോസിയേഷൻ ജനറൽ സെക്രട്ടറി MS സിറാജ്, പ്രസിഡന്റ് M കുമാരൻ, ട്രഷറർ ഷാനവാസ്, ഫൈസൽ ശോഭ, C കൃഷ്ണകുമാർ, അഭിലാഷ്, കാജ ഹുസൈൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. പെൻഷൻ പരിഷ്കരണം അനന്തമായി നീട്ടി അട്ടിമറിക്കാനാണ് സർക്കാർ ശ്രമമെന്ന് KSSPA ജില്ലാ കൗൺസിൽ യോഗം സംസ്ഥാന സെക്രട്ടറി P ബാലൻ പാലക്കാട്ട് ഉദ്ഘാടനം ചെയ്തു. വർഷം എന്ന അഭിമാനത്തോടു കൂടി നമുക്ക് ഓരോരുത്തർക്കും പറയാൻ കഴിയും. സംസ്ഥാന കമ്മിറ്റി നിർദ്ദേശിക്കുന്ന പരിപാടികൾ, പ്രക്ഷോഭ പരിപാടികൾ, സംഘടനാ പരിപാടികൾ ഒക്കെ തന്നെ
വളരെ വിജയകരമായി പൂർത്തിയാക്കാൻ കഴിഞ്ഞ ഒരു വർഷമായിരുന്നു 2024-25 എന്ന് അഭിമാന പുരസ്സരം പറയാൻ നമുക്ക് ഓരോരുത്തർക്കും കഴിയും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും. നമുക്കറിയാം, ഈ ജൂലൈ മാസം 1-ാം തീയതിയുടെ പ്രത്യേകത എന്താ? ജൂലൈ മാസം 1-ാം തീയതിയുടെ പ്രത്യേകത 5 വർഷത്തിലൊരിക്കൽ ശമ്പള പരിഷ്കരണവും പെൻഷൻ പരിഷ്കരണവും നടത്തേണ്ട തീയതിയാണ് ജൂലൈ മാസം 1-ാം തീയതി. പക്ഷേ അത് 1968 മുതൽ നമുക്ക് കിട്ടിയ ഒരു അവകാശമാണ്. ഓരോ 5 വർഷം കഴിയുമ്പോഴും പെൻഷനും ശമ്പളവും പരിഷ്കരിക്കുന്നതാണ് സംസ്ഥാനത്തിന്റെ കീഴ്വഴക്കം. എന്നാൽ ഇത് അനന്തമായി നീട്ടി അട്ടിമറിക്കാനാണ് സർക്കാർ ശ്രമം. ജീവനക്കാർക്കും പെൻഷൻകാർക്കും കിട്ടിക്കൊണ്ടിരിക്കുന്ന ആനുകൂല്യങ്ങൾ പോലും ഇല്ലാതാകുന്ന സ്ഥിതിയാണ്. ഇടതു സംഘടനകളുടെ ജീവനക്കാരോടുള്ള സ്നേഹവും കരുതലും പ്രസ്താവനകളിൽ മാത്രമാണെന്നും KSSPA ആരോപിച്ചു. ജില്ലാ പ്രസിഡന്റ് K. ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ഹരിഗോവിന്ദൻ, KMM റഷീദ്, KK ശൈലജ, ആലീസ്, PD സുവർണൻ, പോൾ, പുത്തൂർ രാമകൃഷ്ണൻ, R മണി, K. രാമദാസ് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ചുമട്ടുതൊഴിലാളി ക്ഷേമ ബോർഡ് പദ്ധതികൾ വിപുലീകരിക്കണമെന്ന് CITU ജില്ലാ ട്രഷറർ TK നൌഷാദ് പാലക്കാട് സംഘടിപ്പിച്ച CITU ജില്ലാ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ക്ഷേമ ബോർഡിൽ അംഗങ്ങളുടെ ആനുകൂല്യങ്ങൾ യഥാസമയം ലഭിക്കാത്തത് വ്യാപക പരാതിക്കിടയാക്കിയിട്ടുണ്ട്. ക്ഷേമ ബോർഡിൽ അംഗങ്ങളായ തൊഴിലാളികളുടെയും ക്ഷേമ ബോർഡ് ജീവനക്കാരുടെയും ആനുകൂല്യ സംരക്ഷണത്തിന് സർക്കാർ മുൻകൈയെടുക്കേണ്ടതുണ്ടെന്നും TK നൌഷാദ് പറഞ്ഞു. പ്രളയ സമയത്ത്, കോവിഡ് സമയത്തെല്ലാം സർക്കാർ എങ്ങനെ മാതൃകാപരമായി പ്രവർത്തിക്കാം എന്നതിൻ്റെ ഒരു തെളിവായിരുന്നു ഭരണം. അപ്പോൾ ആ ഭരണം നേരിട്ട് അനുഭവിച്ച ജനങ്ങൾ വോട്ട് ചെയ്തിട്ടാണ് കൂടുതൽ സീറ്റും കൂടുതൽ വോട്ട് നൽകി 2021 വീണ്ടും അധികാരം. പക്ഷെ അധികാരത്തിൽ വന്നത് മുതൽ ഈ കേരളത്തിലെ പ്രതിപക്ഷം കൂട്ടുപിടിച്ച് BJPയുടെ കേന്ദ്ര ഗവൺമെന്റും നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു നയം, കാശുണ്ടെങ്കിലല്ലേ ഈ ക്ഷേമ പ്രവർത്തനങ്ങളൊക്കെ നടപ്പിലാക്കാൻ കഴിയൂ. അപ്പൊ സർക്കാരിന് കാശ് എന്ന് പറയുന്നത് സർക്കാരിന്റെ കേരളത്തിൽ മാത്രം കിട്ടുന്ന പൈസയല്ല. നമ്മൾ കൊടുക്കുന്ന നികുതി GST വഴി കേന്ദ്ര ഗവൺമെന്റിലേക്ക് പോയി നമുക്ക് GST നഷ്ടപരിഹാരം കിട്ടണം, അതുപോലെ കേന്ദ്ര വിഹിതം ലഭിക്കണം. ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ക്ഷേമ ബോർഡ് C ക്ലാസ് ജീവനക്കാർക്ക് പ്രൊമോഷനും ജീവനക്കാർക്ക് പെൻഷനും ഏർപ്പെടുത്തണമെന്ന് സമ്മേളനം ആവശ്യപ്പെട്ടു. ജില്ലാ പ്രസിഡന്റ് കണ്ണാമല അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന സെക്രട്ടറി സുരേഷ് EK റിപ്പോർട്ട് അവതരിപ്പിച്ചു. ജില്ലാ സെക്രട്ടറി സുരേഷ് KP, T പ്രശാന്ത്, രമ്യ L, ശ്രീജ PN, ഉദയപ്രകാശ് R, അശ്വതി P എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ലക്കിടിപ്പേരൂർ ഗ്രാമപഞ്ചായത്തിൽ കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ ഹെൽപ്പ് ഡെസ്കിന്റെ പ്രവർത്തനം തുടങ്ങി. ഒറ്റപ്പാലം MLA K. പ്രേംകുമാർ പ്രവർത്തനോദ്ഘാടനം നിർവഹിച്ചു. ചടങ്ങിനോടനുബന്ധിച്ച് കുടുംബശ്രീ അംഗങ്ങളുടെ കലാപരിപാടികളും അരങ്ങേറി. സ്വീകരണ പ്രസ്ഥാനമായി കുടുംബശ്രീക്ക് മാറാൻ സാധിച്ചിട്ടുണ്ട്. കുടുംബശ്രീയുടെ പ്രവർത്തനങ്ങൾ തുടങ്ങിയിടത്ത് നിൽക്കുകയോ തുടങ്ങിയതുപോലെ തുടരുകയോ അല്ല നമ്മുടെ സംസ്ഥാനത്ത് ചെയ്യുന്നത്. ഒട്ടേറെ നവീകരണത്തിന്, പരിഷ്കരണത്തിന്, പുതുമയ്ക്ക് കുടുംബശ്രീ തുടർച്ചയായി വിധേയമായി കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, ഗ്രാമപഞ്ചായത്തുകളെയൊക്കെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആഘോഷ പരിപാടി എന്ന് പറയുന്നത് പഞ്ചായത്ത് ദിനാഘോഷമാണ്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K. സുരേഷ് അധ്യക്ഷത വഹിച്ചു. ഒറ്റപ്പാലം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന പ്രസാദ് വിശിഷ്ടാതിഥിയായി പങ്കെടുത്തു. ലക്കിടിപ്പേരൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് നസ്രീൻ, ഒറ്റപ്പാലം ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ M. രാമകൃഷ്ണൻ, ലക്കിടിപ്പേരൂർ ഗ്രാമപഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വിജയ്കുമാർ, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ K. ഹരി, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുമ, CDS ചെയർപേഴ്സൺ ഷീജ, മറ്റ് ജനപ്രതിനിധികൾ, വിവിധ രാഷ്ട്രീയ പൊതുപ്രസ്ഥാനത്തിന്റെ നേതാക്കൾ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. ലക്കിടിപ്പേരൂർ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി PM. ഉണ്ണികൃഷ്ണൻ സ്വാഗതവും പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി സജിത് S. നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. കേരള കലാമണ്ഡലം ആർട്സ് സ്കൂൾ മുൻ പ്രിൻസിപ്പലും ജില്ലാ ശിശുക്ഷേമ സമിതി മുൻ സെക്രട്ടറിയും ചെറുതുരുത്തിയിലെ വിദ്യാഭ്യാസ സാംസ്കാരിക രംഗത്ത് സജീവ പ്രവർത്തകനുമായിരുന്ന N. ചെല്ലപ്പൻ അനുസ്മരണം ചെറുതുരുത്തിയിൽ നടന്നു. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത്, സംസ്കൃതി ചെറുതുരുത്തി എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു അനുസ്മരണ സമ്മേളനം സംഘടിപ്പിച്ചത്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സിൻഡിക്കേറ്റ് അംഗം ഡോക്ടർ K. പ്രദീപ് കുമാർ അനുസ്മരണ പ്രഭാഷണം നടത്തി. വള്ളത്തോൾ നഗര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷെയ്ഖ് അബ്ദുൽ ഖാദർ അധ്യക്ഷത വഹിച്ചു.
പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KM അഷ്റഫ്, ഡോക്ടർ VR ശിവപ്രസാദ്, M സുലൈമാൻ, കുഞ്ചു വാസുദേവൻ നമ്പൂതിരിപ്പാട്, MN നീലകണ്ഠൻ, KV ഗോവിന്ദൻകുട്ടി, K സുരേന്ദ്രൻ, KP അനിൽ, MN ബർജിലാൽ, KB മുരളീധരൻ, CR സുധാകരൻ, മുഹമ്മദ് ഷരീഫുദ്ദീൻ തുടങ്ങിയവർ സംസാരിച്ചു. സാർവത്രിക തലങ്ങളിലും ഒരു വേറിട്ട വ്യക്തിത്വമായി മാഷ് മാറിയതുകൊണ്ടാണ്. സാമൂഹികമായിട്ടുള്ള മാറ്റങ്ങളിൽ ശരികേടിനെ തിരിച്ചറിഞ്ഞ് തൻ്റെ പ്രവർത്തന മേഖലകളിൽ തൻ്റെ അറിവിനെയും ആശയത്തെയും പ്രതിഫലിപ്പിക്കാൻ മാഷെ പോലെ കഴിവുള്ള ഒരാൾ വളരെ അപൂർവമായി മാത്രം കണ്ടുവരുന്നതാണ്. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. കോട്ടായിയിൽ അംഗനവാടി കുട്ടികളുടെ കലാമേള സംഘടിപ്പിച്ചു. കോട്ടായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് A സതീഷ് ഉദ്ഘാടനം ചെയ്തു. അംഗനവാടി കുട്ടികൾക്ക് വെച്ച കലാകായിക മത്സരമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, മാർഗരേഖ പ്രകാരം നമുക്ക് പഞ്ചായത്തിന് 15,000 രൂപയാണ് ഈ പദ്ധതി പ്രകാരം ചെലവഴിക്കാൻ വേണ്ടി കഴിയും. നമുക്കറിയാം, നമ്മുടെ പഞ്ചായത്തിനകത്ത് 23 അംഗനവാടികളുണ്ട്. ആ 23 അംഗനവാടികളിലായിട്ട് 166 വിദ്യാർത്ഥികളാണ് ഉള്ളത്. അപ്പോൾ നമ്മൾ ഇന്ന് പങ്കെടുക്കുന്ന 166 വിദ്യാർത്ഥികൾക്കും ഒരു പ്രോത്സാഹന സമ്മാനം കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഏകദേശം 166 വിദ്യാർത്ഥികളും അവരുടെ രക്ഷിതാക്കളും അതുപോലെ തന്നെ വർക്കർ ഹെൽപ്പർമാർ ഏകദേശം 350ഓളം ആളുകൾ ഇതിനകത്ത് പങ്കെടുക്കുന്നുണ്ട്. ഗ്രാമപഞ്ചായത്തിലെ 23 അംഗൻവാടികളിൽ നിന്നുള്ള കുരുന്നുകളുടെ കലാമേളയ്ക്ക് രക്ഷിതാക്കളുടെ പങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായി. ഗ്രാമപഞ്ചായത്ത് കല്യാണ മണ്ഡപത്തിൽ നടന്ന ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് CR അനിത അധ്യക്ഷത വഹിച്ചു. അംഗൻവാടി ജീവനക്കാർ, മറ്റു ഉദ്യോഗസ്ഥർ എന്നിവർ മേളയിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. അമ്പലപ്പാറ ഗ്രാമപഞ്ചായത്തിലെ നവീകരിച്ച പുലാപ്പറ്റശ്ശേരി ചെട്ടിയാർ കുന്ന് വീമ്പൻകുഴി കോലമലക്കല്ല് റോഡിന്റെ ഉദ്ഘാടനം നടന്നു. K പ്രേംകുമാർ MLA റോഡ് ഉദ്ഘാടനം നിർവഹിച്ചു. 2023-2024 വർഷത്തെ MLA ആസ്തി വികസന ഫണ്ടിൽ നിന്നും 17.5 ലക്ഷം രൂപ വിനിയോഗിച്ചാണ് 310 മീറ്റർ റോഡ് കോൺക്രീറ്റ് ചെയ്തത്. ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P വിജയലക്ഷ്മി ടീച്ചർ അധ്യക്ഷത വഹിച്ചു. വാർഡ് മെമ്പർ M സനീഷ് സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് മെമ്പർ പ്രീത മോഹൻദാസ് മുഖ്യാതിഥിയായിരുന്നു. ഒറ്റപ്പാലം ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ K രാധാകൃഷ്ണൻ മാസ്റ്റർ തുടങ്ങിയവർ സംസാരിച്ചു. വാസുദേവൻ മാസ്റ്റർ നന്ദി പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. ചേലക്കര MLA UR പ്രദീപിന്റെ ഓഫീസ് ഉദ്ഘാടനം ചേലക്കരയിൽ നടന്നു. ചേലക്കര കുറുമല റോഡിന് സമീപമുള്ള കെട്ടിടത്തിലാണ് ഓഫീസ് പ്രവർത്തിക്കുന്നത്. K രാധാകൃഷ്ണൻ MP ഉദ്ഘാടനം ചെയ്തു. CPIM തൃശൂർ ജില്ലാ കമ്മിറ്റി അംഗം KP നബീസ അധ്യക്ഷത വഹിച്ചു. CPIM തൃശൂർ ജില്ലാ കമ്മിറ്റി പ്രസിഡന്റ് MM വർഗീസ് മുഖ്യപ്രഭാഷണം നടത്തി. MLA UR പ്രദീപ്, BJP നേതാവ് കണ്ണൻ, INL നേതാവ് ഷാജി പള്ളം, കോൺഗ്രസ് എസ് നേതാവ് KV സോളമൻ, കേരള കോൺഗ്രസ് M ജില്ലാ സെക്രട്ടറി ഷാജി ആനിത്തോട്ടം, തൃശൂർ ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ സാബിറ, KK മായ, പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KM അഷറഫ്, ചേലക്കര പഞ്ചായത്ത് പ്രസിഡന്റ് MK പത്മജ, വള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷെയ്ഖ് അബ്ദുൽ ഖാദർ, മുള്ളൂർക്കര പഞ്ചായത്ത് പ്രസിഡന്റ് ഗിരിജ മേലേടത്ത്, പാഞ്ഞാൽ പഞ്ചായത്ത് പ്രസിഡന്റ് V തങ്കമ്മ, മറ്റു രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാരും ചടങ്ങിൽ പങ്കെടുത്തു. CPIM ചേലക്കര ഏരിയ സെക്രട്ടറി K നന്ദകുമാർ സ്വാഗതവും CPIM വള്ളത്തോൾ നഗർ ഏരിയ സെക്രട്ടറി KK മുരളീധരൻ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. ആറ്റൂർ ഗവൺമെന്റ് UP സ്കൂളിലേക്ക് ജലശുദ്ധീകരണ പ്ലാന്റും വെള്ളം സംഭരിക്കുന്നതിനുള്ള ടാങ്കും പ്രിന്ററും സംഭാവനയായി നൽകി. റിട്ടയർഡ് അധ്യാപകനും നിരവധി കാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്യുന്ന ശ്രീധരൻ, K നാരായണൻകുട്ടി എന്നിവരാണ് സ്കൂളിനായി സമർപ്പിച്ചത്. ചടങ്ങിൽ പ്രധാനാധ്യാപിക ഇൻചാർജ് ഉഷാകുമാരി, K കുട്ടിനാരായണൻ, PTA പ്രസിഡന്റ് PH മുജീബ് റഹ്മാൻ, PTA വൈസ് പ്രസിഡന്റ് TA സുരേഷ്, അധ്യാപിക M ശോഭ എന്നിവർ പങ്കെടുത്തു. PTA നിർവഹണ സമിതി എന്നോട് ആവശ്യപ്പെടുകയായിരുന്നു, കുട്ടികൾക്ക് നല്ല വെള്ളം കൊടുക്കാനായിട്ടുള്ളൊരു പദ്ധതി അതെങ്ങനെയെങ്കിലും സാധിപ്പിച്ച് തരണം എന്നുള്ളൊരു ആവശ്യം അവരുടെ ഭാഗത്തു നിന്നുണ്ടായപ്പോൾ ഞങ്ങളത് ഞാനും എൻ്റെ സ്നേഹിതൻ കുട്ടിനാരായണനും കൂടി വളരെ ശരിയായിരുന്ന രീതിയിൽ തന്നെ അതിനെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയപ്പോൾ അതൊരു സത്യമായിട്ടുള്ളൊരു കാര്യമാണ്. അത് തീർച്ചയായിട്ടും കുട്ടികൾക്ക് ചെയ്യേണ്ട കുട്ടികൾക്കായിട്ട് ചെയ്യേണ്ട ഒരു ഉപകാരം തന്നെയാണെന്ന് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ
സുമനസ്സുകളായിട്ടുള്ള കുറേ പേരുടെ നമ്പർ എടുത്ത് അവരെ കോണ്ടാക്ട് ചെയ്തു. ഇവിടെ പഠിച്ചു പോയവരും അല്ലാത്തവരുമായിട്ടുള്ള കുറേ ആൾക്കാരെ കോണ്ടാക്ട് ചെയ്ത് അവരുടെ എല്ലാവരുടെയും സഹകരണത്തോടു കൂടി ഞങ്ങൾക്ക് ഒരു നല്ലൊരു സംഖ്യ പിരിവായിട്ട് സംഭരിക്കാൻ കഴിഞ്ഞു. ലീഡർ കെ കരുണാകരൻ സ്റ്റഡി സെന്റർ ഓഫീസ് ഓങ്ങല്ലൂരിൽ തുറന്നു. യൂത്ത് കോൺഗ്രസ് നേതാവ് TY ഷിഹാബുദ്ദീൻ ഓഫീസ് ഉദ്ഘാടനം ചെയ്തു. പട്ടാമ്പി നിയോജക മണ്ഡലം കമ്മിറ്റി ലീഡർ കെ കരുണാകരൻ സ്റ്റഡി സെന്ററിന്റെ ഓഫീസാണ് ഓങ്ങല്ലൂരിലെ കാരക്കാട് റോഡിലെ സ്വകാര്യ കെട്ടിടത്തിൽ പ്രവർത്തനം ആരംഭിച്ചത്. യൂത്ത് കോൺഗ്രസ് നേതാവ് TY ഷിഹാബുദ്ദീൻ ഓഫീസിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. ശ്രീ കെ കരുണാകരന്റെ നാമധേയത്തിലുള്ള ലീഡർ സ്റ്റഡി സെന്റർ പട്ടാമ്പി നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ ഒരു കേന്ദ്രമാണ് ഇവിടെ ഉദ്ഘാടനം ചെയ്യുന്നത്. ബഹുമാനായ ലീഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതു കാലത്തും കോൺഗ്രസിനെ സ്നേഹിക്കുന്ന, കോൺഗ്രസിൽ പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും ഒരു പാഠപുസ്തകമാണ് ലീഡറുടെ ജീവിതം. രാഷ്ട്രീയത്തിലെ എല്ലാ പ്രതിസന്ധികളെയും അനായാസം തരണം ചെയ്തുകൊണ്ട് കോൺഗ്രസ് അതിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ തകർച്ചയിലേക്ക് കേരളത്തിൽ കടന്നുപോയത്. അതിൽ നിന്നെല്ലാം കൈപിടിച്ചുയർത്തി കോൺഗ്രസിനെ കേരളത്തിലെ അവഗണിക്കാൻ കഴിയാത്ത ശക്തിയായി കോൺഗ്രസ് തീർന്നു എന്ന് രാഷ്ട്രീയ എതിരാളികൾ പലരും വിധിയെഴുതിയപ്പോൾ അതിനെല്ലാം തൃണവൽക്കരിച്ചുകൊണ്ട് ശക്തമായ പോരാട്ടവും കൂർമ്മ ബുദ്ധിയും കൊണ്ട്, രാഷ്ട്രീയ തന്ത്രവും കൊണ്ട് കോൺഗ്രസിനെ തിരിച്ച് കേരളത്തിൻ്റെ മണ്ണിലേക്ക് തിരിച്ചു കൊണ്ടുവന്ന ബഹുമാനായ ലീഡർ. ജില്ലാ ചെയർമാൻ അഡ്വക്കേറ്റ് ജയദേവൻ അധ്യക്ഷത വഹിച്ചു. PV രവീന്ദ്രനാഥ് സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ഇബ്രാഹിം ബാപ്പു, AK മുഹമ്മദ് അലി, മെമ്പർ മുസ്തഫ, കമറുദ്ദീൻ ഷാ, നാരായണൻ ഗോപിനാഥ്, PK അനിൽകുമാർ, റഫീഖ് നമ്പാടം തുടങ്ങിയവരും സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ പട്ടാമ്പി. സാങ്കേതിക വ്യവസായ മേഖലകളും വിദ്യാർത്ഥികളും തമ്മിലുള്ള ബന്ധം ദൃഢമാക്കുന്നതിനായി നെഹ്റു ഗ്രൂപ്പ് ജനുവരി 16, 17 തീയതികളിൽ ലക്കിടി, പാമ്പാടി ക്യാമ്പസുകളിൽ എക്സ്പോ സംഘടിപ്പിക്കും. 3000-ഓളം വിദ്യാർത്ഥികളും സാങ്കേതിക വിദഗ്ധരും അണിനിരക്കുന്ന ടെക് ഫെസ്റ്റാണ് നെഹ്റു ഗ്രൂപ്പ് സംഘടിപ്പിക്കുന്നതെന്ന് PRO പ്രജീഷ് രാജ് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. നെഹ്റു സയൻസ് ഇന്നോവേഷൻ ടെക്നോളജി എക്സ്പോ 2025 ഈ വർഷം ഒരു മെഗാ ടെക്നിക്കൽ ഫെസ്റ്റായിട്ട് 2 വേദികളിലായിട്ട് ജവഹർലാൽ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ടെക്നോളജി, ലക്കിടി, മംഗലം, അവിടെയാണ് ഉദ്ഘാടന ചടങ്ങ്. അത് 16-ാം തീയതിയാണ്, 16 ജനുവരി 2025. സമാപന സമ്മേളനം നെഹ്റു കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് റിസർച്ച് സെന്റർ പാമ്പാടി തിരുവല്ലാമലയിലാണ് നടക്കുന്നത്. 2 വേദികളിലായി നടക്കുന്ന ഇന്ത്യയിൽ തന്നെ ഏറ്റവും പ്രഗത്ഭമായ ഒരു ടെക്നോ എക്സ്പോ ആണ് നെഹ്റു ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് കാഴ്ചവെക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് നെഹ്റു ഗ്രൂപ്പിൻ്റെ 22ഓളം കോളേജുകളിൽ നിന്നുള്ള എല്ലാ കോളേജുകളിൽ നിന്നും വിവിധങ്ങളായിട്ടുള്ള പ്രദർശനങ്ങളും ഈ 2 വേദികളിലായി അണിനിരക്കുന്നു. അതുകൂടാതെ കോളേജ്, സ്കൂൾ തലങ്ങളിലെ കുട്ടികളുടെ മത്സരങ്ങൾ, അവർക്കെല്ലാം അതിന് നിരവധി സമ്മാനങ്ങളും ഈ ഇൻസൈറ്റിലൂടെ കൊടുക്കുന്നുണ്ട്. ഫാക്കൽറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാമിന്റെ ഭാഗമായി ചെറുതുരുത്തി കലാമണ്ഡലം കൂത്തമ്പലത്തിൽ ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ ദീപ ന്യുത സിൻഹ റോയ് അവതരിപ്പിച്ച കഥക് നൃത്താവതരണം ശ്രദ്ധേയമായി. 1 മണിക്കൂർ നീണ്ടുനിന്ന കഥക് നൃത്തം കാണാൻ നിരവധി പേർ എത്തിയിരുന്നു. കലാമണ്ഡലം അക്കാദമിക് കോർഡിനേറ്റർ അച്യുതാനന്ദൻ ഡോക്ടർ ദീപ ന്യുത സിൻഹയെ പൊന്നാടയണിയിച്ച് ആദരിച്ചു. നൃത്താധ്യാപകരായ രേവതി വയലാർ, ലതിക, VT വിദ്യാറാണി എന്നിവർ നേതൃത്വം നൽകി. दिल लगी भूल जानी पड़ेगी तुम्हें दिल लगी പെരുമുടിയൂർ നെടുങ്ങനാട്ട് മുത്തശ്ശിയാർക്കാവിൽ മകരച്ചൊവ്വ മഹോത്സവം ഭക്തിനിർഭരം. ക്ഷേത്രസന്നിധിയിൽ നടന്ന തിരുപ്പുറത്ത് നിവേദ്യ സമർപ്പണത്തിൽ 1000-ൽ പരം ഭക്തർ പൊങ്കാലയിട്ടു.
മാതൃവന്ദനവും അന്നദാനവും ഉണ്ടായിരുന്നു. പെരുമുടിയൂർ നെടുങ്ങനട്ട് മുത്തശ്ശേർക്കാവിൽ മകരച്ചൊവ്വ മഹോത്സവം ഭക്തി നിർഭരം. രാവിലെ തിരുപ്പുറത്ത് നിവേദ്യവും ഉണ്ടായി. വിശേഷാൽ പൂജകൾക്ക് ശേഷം നൂറുകണക്കിന് വിശ്വാസികൾ പങ്കെടുത്ത തിരുപ്പുറത്തെ നിവേദ്യത്തോടുകൂടി മുത്തശ്ശേർക്കാവിലെ മകരച്ചൊവ്വ മഹോത്സവത്തിന് തുടക്കമായി. ക്ഷേത്രതന്ത്രി അഴകത്ത് പരമേശ്വരൻ നമ്പൂതിരിപ്പാട് ആദ്യ അടുപ്പിലേക്ക് അഗ്നി പകർന്നു. തുടർന്ന് ക്ഷേത്രാങ്കണത്തിൽ സജ്ജമാക്കിയ 1200-ൽ പരം അടുപ്പുകളിൽ സ്ത്രീഭക്തർ നിവേദ്യ സമർപ്പണവും നടത്തി. ക്ഷേത്രത്തിൽ നടന്ന മാതൃവന്ദനത്തിൽ തട്ടകത്തിലെ 5 ദേശങ്ങളിൽ നിന്നായി 10 അമ്മമാരെ ആദരിച്ചു. കേന്ദ്ര സംസ്കൃത സർവകലാശാല റിട്ടയർഡ് പ്രൊഫസർ ഡോക്ടർ ഇന്ദിര പറക്കാട്ട് മുഖ്യാതിഥിയായി പങ്കെടുത്തു. പേരാമംഗലം ശ്രീദുർഗ ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകൻ സുരേഷ് കിള്ളിക്കുറിശിമംഗലം മുഖ്യപ്രഭാഷണം നടത്തി. കളമ്പാട്ടോടെ മകരച്ചൊവ്വ ഉത്സവത്തിന് സമാപനമായി. ക്ഷേത്ര സംരക്ഷണ സമിതി ഭാരവാഹികളും മാതൃസമിതി അംഗങ്ങളും നേതൃത്വം നൽകിയ ചടങ്ങുകൾക്ക് ശേഷം വിപുലമായ അന്നദാനവും ഉണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ പട്ടാമ്പി. ഷൊർണൂർ കോങ്കുന്നത്തെ ശ്രീ ബാലഭദ്ര ദേവി ക്ഷേത്രത്തിൽ ശ്രീ ബാലഭദ്ര മാതൃസമിതിയുടെ നേതൃത്വത്തിൽ തിരുവാതിര ആഘോഷം സംഘടിപ്പിച്ചു. ആഘോഷ പരിപാടികളുടെ ഉദ്ഘാടനം ക്ഷേത്രം പ്രസിഡന്റ് രാമചന്ദ്രൻ മുണ്ടേമഠം, സെക്രട്ടറി രാധാകൃഷ്ണൻ നമ്പിയത്തും ചേർന്ന് ഭദ്രദീപം തെളിയിച്ച് നിർവഹിച്ചു. തുടർന്ന് തിരുവാതിരക്കളി, കൈകൊട്ടിക്കളി എന്നിവ നടന്നു. നിരവധി പേർ ആഘോഷ പരിപാടികളിൽ പങ്കെടുത്തു. നൃത്ത പരിപാടികളിൽ പങ്കെടുത്തവരെ ചടങ്ങിൽ ആദരിച്ചു. ആഘോഷ പരിപാടികൾക്ക് സമിതി കോർഡിനേറ്റർ രാജി, രാമചന്ദ്രൻ മുണ്ടേമഠം എന്നിവർ നേതൃത്വം നൽകി. വാടനംകുറിശി ശ്രീ ചോറോട്ടൂർക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ മകരച്ചൊവ്വ മഹോത്സവത്തിന്റെ ഭാഗമായി പൊങ്കാല സമർപ്പണം നടന്നു. ക്ഷേത്രം മേൽശാന്തി ശംഭു എമ്പ്രാന്തിരിയുടെ കാർമ്മികത്വത്തിലായിരുന്നു ചടങ്ങ്. മകരച്ചൊവ്വ മഹോത്സവത്തിന്റെ ഭാഗമായി വാടാനംകുറിശി ശ്രീ ചോറോട്ടൂർക്കാവിൽ രാവിലെ 9 മണിയോടെയാണ് പൊങ്കാല സമർപ്പണം നടന്നത്. ക്ഷേത്രം മേൽശാന്തി ശംഭു എമ്പ്രാന്തിരി അടുപ്പിലേക്ക് അഗ്നി പകർന്നു. തുടർന്ന് 100ഓളം സ്ത്രീകൾ പൊങ്കാല സമർപ്പണം നടത്തി. ക്ഷേത്രത്തിൽ രാവിലെ വിശേഷ പൂജകളും നടന്നു. ഫെബ്രുവരി 23 ഞായറാഴ്ചയാണ് ദേശത്താലപ്പൊലി ആഘോഷിക്കുക. ക്ഷേത്രത്തിൽ താലപ്പൊലിയോടനുബന്ധിച്ച് കളമ്പാട്ടും നടന്നു വരുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ പട്ടാമ്പി. തിരുവല്ലോമല കൊച്ചു പറക്കോട്ടുകാവ് ശ്രീ ഭദ്രകാളി ക്ഷേത്രത്തിൽ മകരച്ചൊവ്വയും പൊങ്കാല മഹോത്സവവും വിപുലമായ പരിപാടികളോടെ ആഘോഷിച്ചു. മരുതേരി ശശി നമ്പൂതിരിപ്പാട് ചടങ്ങുകൾക്ക് കാർമ്മികത്വം വഹിച്ചു. നിരവധി സ്ത്രീകൾ വിവിധ സ്ഥലങ്ങളിൽ നിന്നായി പൊങ്കാല സമർപ്പണത്തിനായി രാവിലെ ക്ഷേത്രത്തിലെത്തിയിരുന്നു. രാവിലെ ക്ഷേത്രത്തിൽ ഗണപതി ഹോമം, ഭക്തിപ്രഭാഷണം, ഗാനസുധ, പൊങ്കാല അടുപ്പ് കത്തിക്കൽ, ദേവിക്ക് പൊങ്കാല സമർപ്പണം, തുടർന്ന് അന്നദാനം എന്നിവ നടന്നു. വൈകിട്ട് വിളക്ക് പൂജ, ദീപാരാധന, ചുറ്റുവിളക്ക്, നിറമാല എന്നിവയും നടന്നു. ന്യൂസ് ബ്യൂറോ ചെറുതുരുത്തി. തിരുവാതിര ആഘോഷത്തിന്റെ ഭാഗമായി ഷൊർണൂർ കാരക്കാട് ഫ്രണ്ട്സ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് മെഗാ തിരുവാതിരക്കളി സംഘടിപ്പിച്ചു. നഗരസഭ മുൻ കൗൺസിലറും ക്ലബ്ബ് വനിതാവേദി കോർഡിനേറ്ററുമായ സി പുഷ്പ തിരുവാതിരാഘോഷം ഉദ്ഘാടനം ചെയ്തു. ഫ്രണ്ട്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ ജൂനിയർ വനിതാവേദി അംഗങ്ങൾ, വനിതാവേദി, വയോജനവേദി അംഗങ്ങൾ, ക്ലബ്ബ് വനിതാ കൂട്ടായ്മ മെമ്പർമാർ എന്നിവരുടെ നേതൃത്വത്തിലാണ് മെഗാ തിരുവാതിരക്കളി സംഘടിപ്പിച്ചത്. ഷൊർണൂർ നഗരസഭ മുൻ കൗൺസിലറും വനിതാവേദി കോർഡിനേറ്ററുമായ സി പുഷ്പ ഉദ്ഘാടനം ചെയ്തു. പി രാധിക, സുമിജ മനേഷ്, ദീപ പുഷ്പൻ, പ്രജിത മനോജ്, അനില സുധീഷ്, അശ്വതി അരുൺ, എ ജി ആര്യ,
കെ പി രമ്യ, കെ വിജയലക്ഷ്മി, ദേവു, എ പി ലീല, സി ബിജു, കെ പി സുധീഷ്, പി കെ സഞ്ജയൻ, എ പി മധു, എ പി രാഹുൽ, സി യു നിധീഷ്, ശ്രീജിത്ത്, കൃഷ്ണദാസ്, അമൽ, ജയരാജ്, രോഹിത്, ആദിത്യൻ, രാകേഷ്, സച്ചിൻ, ചന്ദ്രൻ, ടി കെ ഉണ്ണികൃഷ്ണൻ, കെ രാധാകൃഷ്ണൻ, വിജയപ്രകാശ് ശങ്കർ, സി ഹരിദാസ്, കെ പി മുരളീധരൻ, പി ഒ മനേഷ്, പി പ്രദീപ്, മനോജ് തുടങ്ങിയവർ നേതൃത്വം നൽകി. തിരുവാതിരക്കളിയോടനുബന്ധിച്ച് ക്ലബ്ബ് തയ്യാറാക്കിയ തിരുവാതിര പായസ വിതരണവുമുണ്ടായി. ന്യൂസ് സെന്റർ, ഷൊർണൂർ. കണയം ശ്രീ കുടുംബ ഭഗവതി ക്ഷേത്രത്തിലെ പൊങ്കാല മഹോത്സവം ഭക്തിനിർഭരം. നൂറുകണക്കിന് സ്ത്രീ ഭക്തർ തട്ടകത്തമ്മയ്ക്ക് പൊങ്കാല സമർപ്പിച്ചു. വള്ളുവനാട്ടിലെ പ്രധാന ക്ഷേത്രങ്ങളിലൊന്നാണ് കണയം ശ്രീകുറുമ്പ ഭഗവതി ക്ഷേത്രം. ക്ഷേത്രത്തിൽ മകരച്ചൊവ്വ നാളിൽ നടന്ന പൊങ്കാല മഹോത്സവം ഭക്തിനിർഭരമായി. നൂറുകണക്കിന് ഭക്തജനങ്ങൾ ചടങ്ങുകളിൽ പങ്കെടുത്തു. നിരവധി സ്ത്രീകൾ പൊങ്കാല നിവേദ്യം സമർപ്പിച്ചു. പുരാതന കാലം മുതൽ കാർഷിക മേഖലയുടെ അഭിവൃദ്ധിക്കും കന്നുകാലികളുടെ ക്ഷേമത്തിനും വേണ്ടി എല്ലാ വീടുകളിലും നിവേദ്യം വെച്ച് സമർപ്പിക്കുന്ന ഒരു സമുദായമാണ് അപ്പം നിവേദിക്കാൻ തുടങ്ങിയിട്ടുള്ള സമുദായം. കണയം പ്രദേശത്തെ ഒരുവിധം എല്ലാ വീടുകളിലും ചെയ്തിരുന്ന ഒരു കർത്തവ്യമാണ്. പിൽക്കാലത്ത് ഈ കാലം മാറുന്ന അവസരത്തിൽ ജനങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. പല മാറ്റങ്ങളും വന്നു. അങ്ങനെ വീട്ടിൽ വെച്ചിട്ടുള്ള ആ ഒരു സമ്പ്രദായം മാറി. കുറേ പേര് അന്ന് ക്ഷേത്രത്തിൽ വന്നിരുന്നു. ക്ഷേത്രത്തിൽ വന്നിട്ട് ഒന്നിച്ച് നിവേദ്യം വെച്ചിട്ട് എല്ലാവർക്കും കൊടുക്കുന്നൊരു സമ്പ്രദായം ഉണ്ടായിരുന്നു. അത് മാറി. പിന്നീട് ഇത് ശോഷിച്ച് ഇല്ലാതാവുന്നൊരു ഘട്ടം എന്നുള്ളത് എനിക്ക് വന്നപ്പോൾ ഈ പൊങ്കാല രീതിയിൽ വർഷത്തിലൊരിക്കലും മകരച്ചൊവ്വ ദിവസം പറ്റാവുന്ന തട്ടകത്ത് നിവാസികൾ ക്ഷേത്രത്തിൽ വന്ന് ക്ഷേത്രത്തിൻ്റെ മുൻപിൽ വെച്ച് നിവേദ്യം ഉണ്ടാക്കി അത് ഭഗവതിക്ക് സമർപ്പിക്കാനുള്ള ഒരവസരം. ചടങ്ങുകൾക്ക് ക്ഷേത്രം പ്രസിഡന്റ് പരമേശ്വരൻ മാസ്റ്റർ, വൈസ് പ്രസിഡന്റ് രാഘവൻ നായർ, ട്രഷറർ ശ്രീനാരായണൻ, പി വി ശ്രീധരവാര്യർ, രാവുണ്ണി, അജിത്, കൂരിയിൽ ഉണ്ണികൃഷ്ണൻ, രാജേഷ് വെള്ളോത്ത്, അപ്പനത്ത് ഗോപിനാഥൻ, സത്യൻ മുണ്ടേങ്കോട്, ഹരിദാസ് ചാങ്കത്ത് തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് സെന്റർ, ഷൊർണൂർ. അമ്പലപ്പാറ കടമ്പൂർ ശ്രീ പനയൂർക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ നിർമ്മാണം പൂർത്തീകരിച്ച അന്നദാന മണ്ഡപം, നടപ്പന്തൽ എന്നിവയുടെ സമർപ്പണം നടന്നു. മലബാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എം ആർ മുരളി ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് മലബാർ ദേവസ്വം ബോർഡ് പാലക്കാട് ഡിവിഷൻ ചെയർമാനായ ശ്രീ ഗന്ധർവന്റെ ആദ്യ ക്ഷേത്രങ്ങളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ധാരാളം കാര്യങ്ങൾ നടന്നു വരുന്ന ഒരു കാലം. ദേവസ്വം ബോർഡിന്റെ ഓരോ യോഗങ്ങളിലും കാസർഗോഡ് മുതൽ പാലക്കാട് വരെയുള്ള നൂറുകണക്കിന് അമ്പലങ്ങളുടെ നവീകരണ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ കോടിക്കണക്കിന് രൂപയുടെ എസ്റ്റിമേറ്റിനാണ്. ചടങ്ങിൽ ക്ഷേത്രം ട്രസ്റ്റി ബോർഡ് ചെയർമാൻ പി പി ഹരിദാസ് മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. മലബാർ ദേവസ്വം ബോർഡ് പാലക്കാട് ഡിവിഷൻ ചെയർമാൻ എം ദണ്ഡപാണി മാസ്റ്റർ മുഖ്യാതിഥിയായിരുന്നു. ക്ഷേത്രം എക്സിക്യൂട്ടീവ് ഓഫീസർ പി ജയപ്രകാശ് സ്വാഗതം പറഞ്ഞു. രവികുമാർ മാസ്റ്റർ റിപ്പോർട്ട് അവതരിപ്പിച്ചു. പാലക്കാട് ജില്ലാ പഞ്ചായത്ത് അംഗം പ്രീത മോഹൻദാസ്, പഞ്ചായത്ത് അംഗം എ വിജിത, ക്ഷേത്രം മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ കെ ശശികാന്ത്, അന്നദാന കമ്മിറ്റി സെക്രട്ടറി വി കെ ഉണ്ണികൃഷ്ണൻ, ജനകീയ കമ്മിറ്റി സെക്രട്ടറി കെ പി സ്വാമിനാഥൻ മാസ്റ്റർ, മാതൃസമിതി പ്രസിഡന്റ് എൻ സത്യഭാമ, സ്റ്റാഫ് പ്രതിനിധി എൻ കെ ഗോപാലകൃഷ്ണൻ, ട്രസ്റ്റി ബോർഡ് അംഗം പി സുനിൽകുമാർ, സി പി രാജകുമാരൻ എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. പ്രധാന വാർത്തകൾ വീണ്ടും. പട്ടാമ്പി താലൂക്ക് ആശുപത്രിയിലെ ഡയാലിസിസ് കേന്ദ്രം ഉടൻ തുറന്നു പ്രവർത്തിക്കണമെന്നാവശ്യപ്പെട്ട് മുസ്ലിം ലീഗ് പ്രതിഷേധം. സർക്കാർ അനാസ്ഥക്കെതിരെ മുസ്ലിം ലീഗ് പട്ടാമ്പി നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആശുപത്രിയിലേക്ക് പ്രതിഷേധ മാർച്ച്. മാർച്ചിൽ പ്രവർത്തകരും പോലീസും തമ്മിൽ നേരിയ തോതിൽ ഉന്തും തള്ളുമുണ്ടായി. ഇലക്ഷൻ അടുക്കുമ്പോൾ ഡയാലിസിസ് കേന്ദ്രം തുറന്നുകൊടുക്കാനുള്ള CPM-ന്റെ ഗൂഢശ്രമത്തെ ചെറുത്തുതോൽപ്പിക്കുമെന്ന് മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് മരക്കാർ മാരായമംഗലം. ചേലക്കര താലൂക്ക് ആശുപത്രിയിൽ പട്ടാപ്പകൽ മോഷണം. ആശുപത്രി ജീവനക്കാരുടെയും ഡോക്ടറുടെയും മുറികളിൽ സൂക്ഷിച്ചിരുന്ന ബാഗുകളിൽ നിന്ന് പണം കവർന്നു.
മോഷ്ടാവിനെ കണ്ട ജീവനക്കാർ പിന്തുടർന്നെങ്കിലും പിടികൂടാനായില്ല. ചേലക്കര പോലീസ് അന്വേഷണം ആരംഭിച്ചു. ചിറ്റൂരിൽ തേനീച്ചയുടെ കുത്തിൽ നിന്നും രക്ഷപ്പെടാനായി കനാലിലേക്ക് ചാടിയ മധ്യവയസ്കൻ മരിച്ചു. മരണപ്പെട്ടത് ചിറ്റൂർ കണക്കമ്പാറ സ്വദേശി സത്യരാജ്. പട്ടാമ്പി ഉപജില്ലാ സ്കൂൾ കലോത്സവ മത്സരഫല അട്ടിമറിയിൽ സമഗ്ര അന്വേഷണം വേണമെന്ന് കോൺഗ്രസ്. കഴിഞ്ഞ ദിവസം CPM നടത്തിയ ആരോപണം സ്വന്തം വീഴ്ചകൾ മറച്ചുപിടിക്കാനും സ്കൂളിനെ തകർക്കാനുമുള്ള നീക്കമാണെന്നും അട്ടിമറിയിൽ CPM-ന് പങ്കുണ്ടെന്നും കോൺഗ്രസ് നേതാക്കൾ. മത്സരഫല അട്ടിമറിയിൽ പ്രോഗ്രാം കമ്മിറ്റിക്കോ KPSTA സംഘടനയ്ക്കോ പങ്കില്ല. കുറ്റക്കാരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്നും നേതാക്കൾ. മങ്കര റെയിൽവേ സ്റ്റേഷൻ അവഗണനയുടെ സ്മാരകം. കാടുകെട്ടിയ പ്ലാറ്റ്ഫോം പരിസരം ഇഴജന്തുക്കളുടെ താവളമായി. യാത്രക്കാർ സ്റ്റേഷനിലെത്തുന്നത് ഭീതിയോടെ. പൊടിശല്യത്തെ തുടർന്ന് പത്തിരിപ്പാല കോങ്ങാട് റൂട്ടിൽ യാത്രക്കാർ ദുരിതത്തിൽ. ഉടൻ നടപടിയുണ്ടാകണമെന്ന ആവശ്യം ശക്തം. ഭാരതപ്പുഴയിൽ ഷൊർണൂർ കൊച്ചി പാലത്തിനു താഴെ അജ്ഞാത മൃതദേഹം. 35 വയസ്സ് പ്രായം തോന്നിക്കുന്ന യുവാവിന്റെ മൃതദേഹം കണ്ടെത്തിയത് രാവിലെ. അന്യസംസ്ഥാനക്കാരനെന്ന് സംശയിക്കുന്നതായി പോലീസ്. കഴിഞ്ഞ 2 ദിവസമായി യുവാവിനെ പാലം പരിസരത്ത് കാണാറുണ്ടെന്ന് നാട്ടുകാർ. ഭക്തിയുടെ നിറവിൽ മകരച്ചൊവ്വ മഹോത്സവം. ക്ഷേത്രങ്ങളിൽ വിശേഷ ചടങ്ങുകൾ. വിവിധ ദേവീക്ഷേത്രങ്ങളിൽ ആയിരക്കണക്കിന് സ്ത്രീഭക്തർ പൊങ്കാല സമർപ്പണം നടത്തി. അമ്പലപ്പാറ കടമ്പൂർ ശ്രീ പനയൂർക്കാവിൽ അന്നദാന മണ്ഡപം നടപ്പന്തൽ സമർപ്പണം. പെരുമുടിയൂർ മുത്തശ്ശിയർക്കാവിൽ നടന്ന മകരച്ചൊവ്വ മഹോത്സവവും മാതൃവന്ദനവും ഭക്തിനിർഭരം. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. നമസ്കാരം.